നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്, നമ്മളെ ആരെങ്കിലുമൊക്കെ ശപിക്കുകയാണെങ്കിൽ ആ ശാപം ഏൽക്കുമോ എന്നുള്ളതിനെ കുറിച്ചാണ് കേട്ടോ. പറയാനായിട്ടൊരു കാരണമുണ്ട്. ഒരു ഭക്ത എൻ്റെ അടുത്ത് ചോദിച്ച കാര്യമാണ്. അവരുടെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല കേട്ടോ. ഒരു വഴക്കിനിടയ്ക്ക് ഇങ്ങനെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ഇവരുടെ അടുത്ത് പറഞ്ഞു, ഇത്രേ നീ നന്നാവില്ല, നശിച്ചു പോവുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു സമയത്ത് ആ ഒരു ദേഷ്യം, കോപം, സങ്കടം അങ്ങനെയൊക്കെ ആയിട്ട് പറഞ്ഞതാണ്. പക്ഷെ അത് കേട്ടപ്പോൾ ഇവർക്ക് നല്ല സങ്കടമായി. അതിനുശേഷം ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ വന്നു തുടങ്ങി. അപ്പൊ അവർക്കൊരു സംശയം, അങ്ങനെ ഒരു ചിന്ത വന്നു, അങ്ങനെ ശപിച്ചത് കൊണ്ടാണോ എനിക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത്, ഇതിന് എന്ത് പ്രതിവിധിയാണ് ഞാൻ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോ പലർക്കും അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ചിലപ്പോൾ കേട്ടിട്ടുള്ള കാര്യം തന്നെ ആയിരിക്കാം. നമ്മുടെ ആ ഒരു സങ്കടം കൊണ്ടോ അല്ലെങ്കിൽ ദേഷ്യം കൊണ്ടോ ഒക്കെ ആയിരിക്കാം ഇങ്ങനെ നാവിൽ വന്നു പോകുന്നത്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഇത് ബാധിക്കുമോ, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ഈ ശാപം ഫലിക്കുമോ എന്നുള്ളത്. അപ്പം അതിലേക്ക് കടക്കുന്നതിനൊക്കെ മുന്നേ ആയിട്ട് നമുക്ക് അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇന്നലത്തെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറയാം കേട്ടോ. ഇന്നലെ നമ്മുടെ ഉണ്ണിക്കണ്ണനെ ചാർത്തിയിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരു വികൃതിക്കുട്ടൻ തന്നെയാണ് കേട്ടോ. മുട്ടുകുത്തിയിരിക്കുന്ന കണ്ണനായിട്ടായിരുന്നു. വെണ്ണ ഒരു സ്വർണ്ണപാത്രത്തിൽ നിന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് എടുത്ത് കഴിക്കുന്ന ആ ഒരു ഭാവമായിരുന്നു. ഓടക്കുഴലും അരികത്തുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചെറിയ കുട്ടികളെ ഈ മുട്ടിലെഴയുന്ന പ്രായത്തെക്കുറിച്ചൊക്കെ ഒന്ന് സങ്കല്പിച്ച് നോക്കി നോക്കൂ. നമ്മുടെ വീടുകളിലും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കില്ല. ഇപ്പോൾ അവർ മുതിർന്നിട്ടൊക്കെ ഉണ്ടായിരിക്കും, കുട്ടികളുള്ള വീടുകളുണ്ടായിരിക്കും. അപ്പോൾ ഇവരിങ്ങനെ ഈ മുട്ടിലെഴഞ്ഞിട്ടാണ് എല്ലായിടത്തേക്കും എത്തുക. എല്ലായിടത്തേക്കും എത്തും. നമുക്ക് തോന്നുന്നു അവർ അങ്ങോട്ട് വരില്ല എന്ന്. പക്ഷെ എങ്ങനെയെങ്കിലുമൊക്കെ അവർ എത്തിയിരിക്കും. നമ്മുടെ ഭഗവാനും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഈ മുട്ടിലിഴഞ്ഞിഴഞ്ഞിട്ടേ ആ കുത്തമ്പലത്തിലെ നിറയെ കുടങ്ങളൊക്കെ ഇങ്ങനെ കമിഴ്ത്തി വെച്ചിട്ടുണ്ട് ഈ കലശത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ പടികളൊക്കെ ഓരോന്നും ഇങ്ങനെ കയറിയിട്ട് അവർ കയറും. അവർക്ക് നടക്കാനൊന്നും പറ്റില്ല എന്ന് നമുക്കേ അറിയുള്ളൂ. പക്ഷെ അവരെങ്ങനെയെങ്കിലുമൊക്കെ ഈ പടികൾ ഇങ്ങനെ കയറി പോണത് കാണാം. അങ്ങനെ കയറിയിട്ട് നിറയെ കുടങ്ങൾ വെച്ചിരിക്കില്ലേ. അപ്പോൾ ഓരോ കുടങ്ങളുടെ മുന്നിൽ പോയി നിൽക്കുമ്പോഴും ഈ മുഖം ആ കുടത്തിൽ ഇങ്ങനെ കാണാം, നമ്മുടെ ഭഗവാന്റെ മുഖേ. അപ്പോൾ അതിങ്ങനെ കുറച്ച് വലുതായിട്ടൊന്ന് പരന്നിട്ടൊക്കെയല്ലേ കാണുക. അപ്പോൾ ഒന്ന് പേടിക്കും, അപ്പോൾ ഒന്ന് പുറകിലേക്കാവും. പിന്നെയും അടുത്ത കുടത്തിലേക്ക് നോക്കുമ്പോൾ ഇത് തന്നെ അവസ്ഥ. അങ്ങനെ ഓരോ കുടങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ പോകുക ഭഗവാൻ. അപ്പം ഇതൊക്കെ തട്ടിയിടാനൊക്കെ ഒരു സാധ്യതയൊക്കെ ഉണ്ടല്ലോ. അപ്പോഴേക്കും യശോദ അമ്മ കണ്ടു. ഇനിയിപ്പോൾ അവിടെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവണ്ടെന്ന് വെച്ചിട്ട് പിടിച്ചു വലിച്ചിട്ടാണ് നമ്മുടെ ഭഗവാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. എന്നിട്ട് ശ്രീലകത്തിരുത്തിരിക്കുക. പിന്നെ അവിടുന്ന് പോകാൻ പാടില്ല, ഇനി കുറുമ്പ് കാണിക്കാനായിട്ട് അവിടുന്ന് ഇറങ്ങാൻ പാടില്ല. അപ്പം എന്താ ചെയ്യണ്ടേ? ഭഗവാന് പ്രിയപ്പെട്ട എന്തെങ്കിലും ഒന്ന് കയ്യിൽ കൊടുക്കണം, അതും വേണമല്ലോ. നമ്മൾ കുട്ടികൾക്ക് കളിപ്പാട്ടം കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കൊടുക്കും. ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടത് വെണ്ണയാണ്. അപ്പോൾ യശോദാമ്മ എന്ത് ചെയ്തു? ഒരു കുഞ്ഞു സ്വർണ്ണപാത്രത്തിലെ കുറച്ച് വെണ്ണയൊക്കെ നിറച്ചിട്ട് അത് ഭഗവാന്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. അപ്പോൾ പിന്നെ നല്ല സന്തോഷമായില്ലേ. വെണ്ണ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ എവിടേക്കും ഭഗവാൻ പോകില്ല. അത് കഴിയുന്നത് വരെ അവിടെ ഇരുന്നോളും. അതന്നെ യശോദാമ്മ ഉദ്ദേശിച്ചേ. ഇത് കഴിയുന്നത് വരെയെങ്കിലും ഭഗവാൻ ഇവിടെ ഉണ്ടാകൂലോ, കുറുമ്പൊന്നും കാണിക്കാതെ എവിടേക്കും പോകില്ലല്ലോ എന്നുള്ള ആ രീതിയിൽ തന്നെ വെണ്ണ കൊണ്ടുവന്ന് വെച്ച് കൊടുത്തിരിക്കണേ. അപ്പോൾ ആ കുറുമ്പൊക്കെ ഒന്ന് മാറിയിട്ട് വെണ്ണ കഴിക്കാൻ ഇരിക്കുകയാണ് നമ്മുടെ ഭഗവാൻ. അപ്പോൾ വലത്തെ കയ്യിൽ വെണ്ണ ഉരുള ആ പാത്രത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇടത്തെ കയ്യിൽ പൊന്നോടക്കുഴലുണ്ട്. അതെവിടെ പോകുമ്പോഴും എവിടേക്കും കൊണ്ടുപോകുക അല്ലെങ്കിൽ എവിടെയും കൊണ്ടുവയ്ക്കൊന്നുമില്ല, അവിടെ എപ്പോഴും കൂടെ തന്നെ ഉണ്ടായിരിക്കും. അങ്ങനെ മുട്ടുകുത്തിയിരുന്നിട്ട് വെണ്ണ കഴിക്കുന്ന ഭാവത്തിലായിരുന്നു ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കും കാണുന്ന സമയത്ത് അതൊന്ന് മനസ്സിൽ സങ്കല്പിക്കുന്ന സമയത്ത് എന്താ തോന്നുക? കുറച്ച് കുറുമ്പൊക്കെ ഒന്ന് ഒതുക്കി വെച്ചോളൂ, ഞങ്ങളും കുറച്ച് വെണ്ണ തരാം. അപ്പോൾ ഞങ്ങളുടെയും വെണ്ണ കണ്ണ് കഴിച്ചുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ കുറുമ്പൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് വെണ്ണ കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും ഭഗവാന് കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളിലായിട്ട് കുറച്ച് വെണ്ണ കൊണ്ടുവന്ന് കൊടുക്കാം കേട്ടോ. ഭഗവാൻ അതൊക്കെ ആസ്വദിച്ച് കഴിച്ചോളൂ എന്നേ. അപ്പോൾ ആ ഒരു സ്നേഹം നമുക്ക് ഭഗവാന്റെ അടുത്ത് എല്ലാവർക്കും ഉണ്ടാകട്ടെ. നന്നായി ഭഗവാനെ വെണ്ണ കൊടുത്തോളൂ. ഭഗവാന്റെ ആ ഭക്തിയാകുന്ന ആ വെണ്ണ പ്രസാദം ഉണ്ടല്ലോ, അത് ഭഗവാൻ നമുക്ക് എല്ലാവർക്കും തിരിച്ചു തരും. അതിന് വേണ്ടിയിട്ട് എല്ലാവരും ആ വെണ്ണക്കണ്ണൻ്റെ അടുത്തിരുന്നിട്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവാന്റെ തൃപ്പാദത്തിൽ എല്ലാവരും നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. ഇനി നമുക്ക് ശാപം ഫലിക്കുമോ എന്ന് നോക്കാം കേട്ടോ. ശാപം ഫലിക്കും എന്നാണ് പറയുക. അതിൽ സംശയമുള്ള കാര്യമൊന്നുമല്ല, ഒട്ടും സംശയിക്കേണ്ട, ശാപം ഫലിക്കും. അത് എങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിലാണ് എന്ന് നമുക്ക് നോക്കാം. അതിനെന്താണ് പ്രതിവിധി എന്നും കൂടെ പറയാം കേട്ടോ. ഈ ശപിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിലൊക്കെ ഓർമ്മ വരിക ഈ പുരാണങ്ങളിലൊക്കെ. ഇപ്പോൾ കമണ്ടലൂരിൽ നിന്ന് വെള്ളം എടുത്തിട്ട് തെളിച്ചു, അല്ലെങ്കിൽ കിണ്ടിയിൽ നിന്ന് വെള്ളം എടുത്തിട്ട് തെളിച്ചു. ഇപ്പോൾ നന്ദനത്തിൽ ജഗതി ശ്രീകുമാറൊക്കെ വരച്ചിട്ട് ശപിക്കുന്ന പോലെ അതൊക്കെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി അടുത്തത് ശപിക്കാനാണ് പോകുന്നത് എന്ന്
മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാനിതാ ശപിക്കാൻ പോകാൻ ഉണ്ടെന്നല്ല, ഇല്ലെന്നല്ല ഞാൻ പറയണത്. പക്ഷേ ഈ ശാപമൊക്കെ എപ്പോഴാണ് ഫലിക്കുക എന്നറിയോ? നമ്മൾ ഒരാളെ വിഷമിപ്പിക്കുകയാണെന്ന് വിചാരിക്കുക. അതിനെ കാരണങ്ങൾ എന്തെങ്കിലും ആയിക്കൊള്ളട്ടോ. കാരണങ്ങളെ കുറിച്ചൊക്കെ ഞാൻ പിന്നീട് പറയാം. നമ്മൾ ഒരാളെ വിഷമിപ്പിച്ചു, ഇപ്പോൾ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒക്കെ വിഷമിപ്പിക്കുന്നവരുണ്ട്. പ്രവൃത്തി എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഇടിക്കുക, കുത്തുക, തല്ലുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാണ്. പക്ഷേ ഈ വാക്കുകൊണ്ടുള്ള വിഷമിപ്പിക്കലുണ്ടല്ലോ, വേദനിപ്പിക്കൽ, അതിനാണ് ഏറ്റവും കൂടുതൽ ആഘാതം ഏൽപ്പിക്കാനായിട്ട് സാധിക്കുക. അത്രയും മൂർച്ചയുള്ളത് നമ്മുടെ വാക്കുകൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഈ വാക്കുകൊണ്ടൊക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ഒരാളെ വേദനിപ്പിച്ച് കഴിഞ്ഞാൽ, ആ എതിരെ നിൽക്കുന്നവരുടെ മനസ്സ് വേദനിച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഏൽക്കും. അതിനിങ്ങനെ കിണ്ടിയിൽ വെള്ളമെടുത്ത് തളിക്കണമെന്നൊന്നുമില്ല. അവർ വിഷമിക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ചിലപ്പോൾ അവർക്ക് ഒന്നും സാധിക്കാത്തവരായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഒന്നും നിസ്സഹായരായിട്ട് നിൽക്കുന്നവരുണ്ടായിരിക്കും ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പറയുന്ന സമയത്തെ. അപ്പോൾ അവരുടെ മനസ്സിൽ അവർ ഈശ്വര എന്നുള്ള ഒരു വിളി, എൻ്റെ ഈ ദൈവമേ എന്നൊന്ന് വിളിച്ചാൽ മതി. ആ ഒരു വിളി മതി എന്നാണ് പറയുക. ആ ഒരു സങ്കടം നമുക്ക് ഏൽക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ ഇങ്ങനെ ഒന്നുമില്ലാത്തവരെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒന്നുമില്ല എന്ന് ഉദ്ദേശിക്കുന്നവർക്ക് ചിലപ്പോൾ ആരോഗ്യസ്ഥിതിയൊന്നും ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ മനസ്സിന് ശക്തിയൊന്നും ഉള്ളവരായിരിക്കില്ല, മനസ്സിന് ബലം ഉണ്ടായിരിക്കില്ല, സാമ്പത്തിക സ്ഥിതി കാശൊന്നും ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ബന്ധുബലം ഒന്നും ഇല്ലാത്തവരായിരിക്കും. എല്ലാം കൊണ്ടും തകർന്നു നിൽക്കുന്ന അവസ്ഥയിലുള്ളവരൊക്കെ ആയിരിക്കാം. അപ്പം അങ്ങനെയുള്ളവരുടെ അടുത്തേക്ക് ഒട്ടും നമ്മൾ വഴക്ക് കൂടാനായിട്ട് പോകരുതെന്നാണ് പറയുക. കാരണം അവർക്ക് ഒന്നുമില്ല, അത് ഭഗവാൻ അറിയാം. എന്നിട്ടും നമ്മൾ പോയിട്ട് ആരെങ്കിലും അവരെ പോയിട്ട് വഴക്ക് പറയുക എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണ് ആ ഒരു നിസ്സഹായ അവസ്ഥയിലെങ്കിൽ അവർ ചിലപ്പോൾ പ്രതികരിച്ചു എന്നൊന്നും വരില്ല. കാരണം അവർക്ക് പ്രതികരിക്കാനൊന്നുമില്ല, കൂടെ പറയാൻ സംസാരിക്കാൻ ആളുണ്ടായിരിക്കില്ല, ഇപ്പോൾ കാശെടുത്ത് അറിയാൻ അതിലും ഉണ്ടായിരിക്കില്ല, ആരോഗ്യം ഒന്നും ഉണ്ടായിരിക്കില്ല. അവരുടെ മനസ്സിൽ എൻ്റെ ഈശ്വര, എൻ്റെ ഭഗവാനെ, എൻ്റെ ഗുരുവായൂരപ്പ എന്നുള്ളൊരു വിളി അത് വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഏൽക്കും എന്നാണ് പറയുക. അപ്പോൾ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള പ്രത്യേകിച്ച് ഒന്നിനും കഴിവില്ലാത്തവരുടെ അടുത്ത് നമ്മൾ ഒരിക്കലും അവരെ വേദനിപ്പിക്കാനായിട്ട് പോകരുത്. അത് ഒരു കാരണമാണ് കേട്ടോ. ആരടുത്തും നമ്മൾ വേദനിപ്പിക്കാനായിട്ട് പോകാൻ പാടില്ല എന്നാണ് പറയുക. ഒരാളെയും വിഷമിപ്പിക്കരുത്. കാരണം എന്താ പറയുക, ഈ വിഷമം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു അഭിമാനമുണ്ട്, ആത്മാഭിമാനം എന്ന് പറയും. ഇതിന് മുറിവേൽക്കുന്ന സമയത്താണ് ഈ സങ്കടങ്ങളൊക്കെ ഉണ്ടാകുക. ഇപ്പോൾ ഒരു നിവൃത്തിയില്ലാത്ത ആളുകളുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ തെറ്റ് ചെയ്തിട്ട് അയ്യോ ഇത് വേണ്ടിയിരുന്നില്ല, അങ്ങനെയൊക്കെ നമ്മൾ എന്താ പറയുക, ഓരോ പ്രശ്നങ്ങളിലൊക്കെ പെട്ട് കിടക്കുന്നവരുണ്ടായിരിക്കും. അവരുടെ അടുത്തൊക്കെ പോയിട്ടാണ് നമ്മൾ പറയണമെന്ന് വിചാരിക്കുക. അപ്പോൾ അവരുടെ ആത്മാഭിമാനത്തിന് മുറിവ് സംഭവിക്കും. ഇതിപ്പോൾ മുതിർന്നവർക്ക് മാത്രമല്ല കേട്ടോ, കുട്ടികൾക്കും ഉണ്ട് ഈ അഭിമാനം എന്ന് പറയുന്നത്. അവർ ജനിച്ച് കുറച്ച് നാൾ കഴിഞ്ഞ ഒരു വയസ്സാകുമ്പോഴേക്കും അവർക്ക് അഭിമാനമുണ്ട്, നമുക്ക് തോന്നുക ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇത് കുട്ടികളുടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അത് അവർ വന്നിട്ട് പറയല്ല, അയ്യോ എൻ്റെ അഭിമാനം പോയിട്ടോ, നിങ്ങൾ എന്നെ വഴക്ക് പറഞ്ഞില്ലേ, അങ്ങനെയൊന്നുമല്ല അവർ പറയുക. അവർക്ക് അതൊന്നും പറയാനായിട്ട് അറിയില്ല. നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാനും വേറൊരാളും കൂടെ സംസാരിക്കുകയാണ്, തൊട്ടപ്പുറത്ത് ചെറിയൊരു കുട്ടി നിൽക്കുന്നുണ്ട്. ആ കുട്ടീനെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് അതിന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളതിനെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യും. ഈ സംസാരത്തിൻ്റെ ഇടയിൽ കയറിയിട്ട് ചിലപ്പോൾ നമ്മൾ വിച്ചും മാന്തുക, അല്ലെങ്കിൽ ഉറക്കെ സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഉറക്കെ പറയുക, നമ്മുടെ സംസാരത്തിനൊക്കെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ. അതെന്തുകൊണ്ടാണ്? അവരേനെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ്. നേരെ മറിച്ച് അവരെ മടിയിലിരുത്തി അവരൊന്ന് കൊഞ്ചിച്ച് അവരുടെ വിശേഷങ്ങളും കൂടെ ഒക്കെ പറയുകയാണെങ്കിൽ ആ കുട്ടി അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാൻ വരില്ല. അപ്പോൾ അവർക്ക് ആ ചിന്ത വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അവർക്കും ആത്മാഭിമാനം ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് കുട്ടികളുടെ അടുത്ത് പോലും നമ്മൾ വഴക്ക് പറയുകയാണെങ്കിൽ ഒന്ന് വെറുതെ വഴക്ക് പറഞ്ഞാലൊന്നും അവർ ശപിക്കൊന്നും ചെയ്യില്ല കേട്ടോ. എന്നില്ല നമ്മൾ അവരെ ഉപദ്രവിക്കുക, അവരെ മനസ്സിനെ വേദനിപ്പിക്കുക, അങ്ങനെ കുട്ടികളുടെ അടുത്ത് പോലും ചെയ്യരുത് എന്നാണ് പറയുക. കാരണം ഈ ആത്മാഭിമാനത്തിനെ മുറിവേൽക്കുന്ന സമയത്താണ് ആളുകൾക്ക് ഇതേപോലെയുള്ള വിഷമങ്ങൾ ഉണ്ടാകുക. ആ വിഷമങ്ങളൊക്കെ ആരാണോ ആ വിഷമിപ്പിച്ചത് അവർക്ക് ഏൽക്കും എന്നാണ് പറയുന്നത്. അതൊന്നും സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ നമ്മൾ ആരെയും മനസ്സുകൊണ്ട് വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിന് മനസ്താപം എന്നാണ് പറയുക. അത് വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ആരുടെയെങ്കിലുമൊക്കെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ വഴക്ക് പറയണം, അവർക്ക് നന്നായിട്ട് ഹേർട്ടാകും. ഈ പറഞ്ഞവരെല്ലാം മറക്കും, പക്ഷെ കേട്ടവർ മറക്കില്ല. അത്രയും വിഷമിപ്പിക്കുന്ന വാക്കുകളൊക്കെ ആയിരിക്കും അവർ കേട്ടിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക എന്നാണ് ആദ്യം തന്നെ പറയാനുള്ളത്. അപ്പോൾ കുട്ടികളുടെ കാര്യം പറഞ്ഞല്ലോ, കുട്ടികളെ നമ്മൾ വിഷമിപ്പിക്കരുത്. വെറുതെ വഴക്ക് പറയുന്നതല്ല, അവർ തെറ്റുകൾ ചെയ്ത് കണ്ടാൽ നമ്മൾ വഴക്ക് പറയണം, അവരെ ശാസിച്ചിട്ട് അതിൽ നിന്ന് മാറ്റി പിന്തിരിപ്പിക്കണം, കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതല്ലാതെ നമ്മൾ വിഷമിപ്പിക്കും കുട്ടികളെയൊക്കെ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവരെന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവർക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആശിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ അത് കൊടുക്കാതിരിക്കുമ്പോൾ അവർക്ക് സങ്കടം വരില്ലേ? അപ്പോൾ അതൊരു ചെറിയ മിഠായി ആണെങ്കിൽ പോലും കുഞ്ഞുങ്ങളുടെ മനസ്സ് അവരത് ആശിച്ചിട്ടുണ്ടായിരിക്കും. അവർക്കത് കിട്ടാതായി കഴിഞ്ഞാൽ സങ്കടം വരും. അത് പക്ഷെ പറയാനൊന്നും അവർക്ക് അറിയില്ല. അതൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് കേട്ടോ. ഞാൻ കുട്ടികളുടെ ആയതുകൊണ്ട് അവർക്ക് കുഞ്ഞു സങ്കടങ്ങളല്ലേ ഉണ്ടാകുക. പക്ഷെ അതുപോലും ചെയ്യരുതെന്നാണ് പറയുക. ഇപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് ദേഷ്യം വന്നിരിക്കുമ്പോൾ ആ ദേഷ്യം തീർക്കുക കുട്ടികളുടെ അടുത്തായിരിക്കാം.
അങ്ങനെയും ചെയ്യരുത്. കുട്ടികളുടെ അടുത്ത് അനാവശ്യമായിട്ട് ഒരു കാരണം കൊണ്ടും അവരെ വിഷമിപ്പിക്കരുത്. അതായത് ബാലശാപം കാല് പിടിച്ചാൽ പോകില്ല എന്ന് പറയും. അത് അത്രയും പവർഫുൾ ആണ്. കുട്ടികളെയും വിഷമിപ്പിക്കാൻ പാടില്ല, മുതിർന്നവരെയും പ്രായമായവരെ വയസ്സായവരെയും ആരെയും വിഷമിപ്പിക്കാൻ പാടില്ല എന്ന് പറയണത്. എപ്പോഴും നമ്മൾക്ക് ചിന്തിക്കേണ്ട കാര്യം എന്താണെന്നറിയോ, നമ്മുടെ വാക്കുകൊണ്ട് പ്രവർത്തിപ്പിക്കലാണ് ഏറ്റവും, അല്ലെങ്കിൽ വാക്കുകൊണ്ടുള്ള കാര്യം, അതായത് സംസാരത്തിലൂടെയാണ് പലരെയും വിഷമിപ്പിക്കാനായിട്ട് കൂടുതലും സാധിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് നാമം ജപിക്കാം. അപ്പോൾ ആ ദേഷ്യം ക്രമേണ കുറയും. അപ്പോൾ ഈ നാക്കിരിക്കുന്ന ഈ തലയുണ്ടല്ലോ, ഈ തലയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. ഈ തലക്കനമുള്ളവർ, അഹങ്കാരമുള്ളവർ, എൻ്റെ മേലെ ഇവൻ വരരുത്, അങ്ങനെ ചിന്തന, എൻ്റെ കാല് പിടിക്കണം, അങ്ങനെയുള്ള അഹങ്കാരമൊക്കെ മനസ്സിൽ സൂക്ഷിക്കുന്നവർക്കാണ് ഈ കൂടുതലും ഇങ്ങനെ വഴക്ക് പറയാനൊക്കെ ഒരു ടെൻഡൻസി ഉണ്ടാവുക. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇതേപോലെയുള്ള ശാപവും ലഭിക്കും. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്നവർ സത്യസന്ധരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ശാപം ലഭിക്കും. അപ്പം എന്ത് ചെയ്യണം? ഇങ്ങനെ തലക്കനം അല്ലെങ്കിൽ അഹങ്കാരമൊക്കെ ഉള്ളവർ, അത് ഭദ്രകാളിയുടെ ഭാവം, ആ ഒരു സങ്കല്പമുണ്ട്. അത് നമ്മളിപ്പോൾ ഭദ്രകാളിയുടെ നമ്മൾ ഭദ്രകാളി എന്ന് പറയുകയാണെങ്കിൽ തന്നെ 4 കൈകളായിട്ട് 8 കൈകളായിട്ടിരിക്കുന്ന ഭഗവതിനെയാണ്, ആ രൗദ്രഭാവത്തിലിരിക്കുന്ന ഭഗവതിനെയാണ് ഓർമ്മ വരിക. മുഖത്തേക്ക് നോക്കുമ്പോൾ വത്സല്യാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടെ ആ കൈകളിൽ പിടിച്ചിരിക്കുന്നത് ദാരികൻ്റെ തല പിടിച്ചിട്ടുണ്ട്, രക്തം വരാനുള്ള ഒരു പാത്രം ഇരിക്കുന്നുണ്ട്. അപ്പോൾ ദാരികനെ വധിച്ചിട്ട് ആ തല എങ്ങനെ പിടിച്ചിരിക്കുന്നു, ആ ശിരസ് പിടിച്ചിരിക്കുന്നു, അത് രക്തം വീഴാൻ പാത്രം പിടിച്ചിരിക്കുന്നു, അതല്ല നമ്മൾ സങ്കല്പിക്കേണ്ടത്. അതല്ല ദാരികൻ്റെ തലയല്ല, അത് നമ്മുടെ തലയാണ്. നമ്മുടെ തല ഭഗവതിക്ക് കൊടുക്കണം എന്നാണ് പറയണത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അതിന് പിന്നെ മോശപ്പെട്ട കാര്യങ്ങളൊന്നും വരില്ല. അപ്പം നമ്മളെ തന്നെ ഭഗവാന് സമർപ്പിക്കുകയാണെങ്കിൽ, നമ്മളെ തന്നെ ഭഗവതിക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ, ഭദ്രകാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭദ്രം നൽകുന്നവൾ എന്നാണ് അർത്ഥം, ഭദ്രം നൽകുന്ന കാളി എന്നാണ് അർത്ഥം. ഭദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മംഗളം, നല്ലത്. അപ്പോൾ ഭദ്രകാളിക്ക് നമ്മുടെ തല കൊടുക്കുക, അപ്പോൾ നമുക്ക് നല്ലത് മാത്രമേ നമ്മുടെ വായിൽ നിന്ന് വരുള്ളൂ എന്നാണ് അവിടെ പറയണത്. അപ്പോൾ ആ ചിത്രത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. അപ്പോൾ ആ മനസ്സിൽ അല്ലെങ്കിൽ ചിന്തകളിൽ ഏത് ചീത്ത വിചാരങ്ങൾ, ഞാനെന്നുള്ള ഭാവം, അതൊക്കെ ഒഴിവാക്കുക, എന്നിട്ട് ഭഗവാനിൽ സമർപ്പിക്കുക. പിന്നെ ഒരു കാര്യം പറയണത്, നമ്മളിപ്പോൾ തെറ്റുകൾ ചെയ്യരുതെന്ന് പറഞ്ഞല്ലോ. തെറ്റുകൾ ചെയ്യാതിരിക്കുക മാത്രമല്ല കേട്ടോ, തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടതായിട്ട് വരും. നമ്മളെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങളും മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക. അപ്പോൾ അതിനൊക്കെ നമുക്ക് പുണ്യമാണ് ലഭിക്കുക. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക എന്ന് മാത്രമല്ല കേട്ടോ, ദ്രോഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റുള്ളവർക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക, പരോപകാരം ചെയ്തു കൊടുക്കുക, അപ്പോഴും നമുക്ക് പുണ്യമാണ് ലഭിക്കുക. അതാണ് പരോപകാരമേ പുണ്യം, പാപമേ പരപീഡനം എന്ന് പറയണത്. ഇത് രണ്ടും വ്യക്തമാക്കുന്ന ഓരോരോ കഥകൾ പറയാട്ടോ. ഈ പരോപകാരത്തിൻ്റെ കഥയാണ് പറയാൻ പോണത്. 2 കുട്ടികളുണ്ടായിരുന്നു. കുട്ടികൾ എന്ന് പറഞ്ഞാൽ നന്നേ ചെറിയ കുട്ടികളല്ല, സ്വല്പം മുതിർന്നിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ ഇവരാണെങ്കിലും ഇവരെ വീടിനടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഈ ആധ്യാത്മിക പ്രഭാഷണങ്ങളൊക്കെ ഉണ്ടായിരിക്കില്ലേ, സപ്താഹങ്ങൾ, അതിലൊക്കെ പങ്കെടുക്കും. അങ്ങനെ ഭഗവാന്റെ കഥകൾ കേൾക്കുക, അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ കേൾക്കുക. അപ്പോൾ അങ്ങനെ ക്രമേണ ഭഗവാനിലേക്ക് അടുക്കാനായി ആ കുട്ടികൾക്ക് സാധിച്ചു കേട്ടോ. അപ്പോൾ ഒരു ക്ഷേത്രത്തിൽ കഴിഞ്ഞാൽ അടുത്ത ക്ഷേത്രത്തിലുണ്ടാവും, അപ്പോൾ ഇവർ അങ്ങോട്ട് പോകും. അങ്ങനെ എല്ലായിടത്തും പോയിട്ട് ഭഗവാനിലേക്ക് അടുക്കുക. ഇത് ഒരു സന്യാസം എന്നല്ല ഞാൻ പറയുന്നത്, എന്നിരുന്നാലും അങ്ങനെയുള്ള ഒരു ആധ്യാത്മിക വഴിയിലേക്ക് അവരിങ്ങനെ സഞ്ചരിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇരിക്കെ അവരെ തൊട്ടടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഒരു യാത്ര പോകുകയാണ്, ഒരു തീർത്ഥാടനത്തിനാണ് പോകുന്നത്, ഗംഗാ സ്നാനത്തിനായിട്ട്. അപ്പോൾ ഈ കുട്ടികളുണ്ട്, പിന്നെ മുതിർന്നവരും എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരും കൂടിയിട്ടാണ് പോകുക. അങ്ങനെ നടന്നിട്ടാണ് പോകുന്നത് കേട്ടോ. പോകുന്ന സമയത്ത് അവർക്കിങ്ങനെ ആ വഴിയിൽ വെച്ചിട്ട് ദാഹമൊക്കെ ഉണ്ടായി, ഒരു ക്ഷീണമൊക്കെ വന്നപ്പോൾ ഒരു നദിയുടെ ഒരു അരുവി, ചെറിയൊരു വെള്ളം കുടിക്കാനായിട്ട് ലഭിക്കുന്ന ഒരു സ്ഥലം, അതിൻ്റെ അരികിൽ വെച്ചിട്ട് അവരൊന്ന് വിശ്രമിക്കാനായിട്ടിരുന്നു. എന്നിട്ട് അവിടുന്ന് തിരിച്ചു പോകുന്ന സമയത്തെ ഈ നദിയുടെ കരയിൽ ഒരു പശു ഇങ്ങനെ വളരെ വയ്യാതായിട്ട് ക്ഷീണിച്ചിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ദേഹത്തൊക്കെ മുറിവുകളുണ്ട്. ഈ മുറിവുകളൊക്കെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേ അത് വ്രണമായിട്ടൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അത്രയും ഇങ്ങനെ പൊട്ടി വരിക അങ്ങനെയൊക്കെ പറയില്ലേ, ഇതിൻ്റെ കുളമ്പിൽ നിന്ന് ഈ രക്തമൊക്കെയാണ് വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഈ 2 പേരും ഇത് കണ്ടു. അപ്പോൾ കണ്ടപ്പോൾ അവർക്ക് നല്ല സങ്കടം വന്നു. അയ്യോ, പശു എന്തുമാത്രം കഷ്ടപ്പെട്ടൊക്കെ എടുക്കണേ, അതിനാരും സഹായിക്കാനായിട്ടില്ലല്ലോ എന്നൊക്കെ വല്ല സങ്കടം പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ കുട്ടിയാണത് പറഞ്ഞത്. രണ്ടാമത്തെ കുട്ടി പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നിങ്ങളിപ്പോൾ സ്നാനത്തിനായിട്ട് പോകുകയല്ലേ, നിങ്ങൾ യാത്ര തുടർന്നുള്ളൂ, ഞാനിവിടെ നിന്നോളാം. എനിക്ക് ഈ പശുവിനെ കണ്ടിട്ട് വരാനായിട്ട് തോന്നുന്നില്ല, അതിന് എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം, എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യണമെന്ന് എനിക്ക് തോന്നുകയാണ്, അതിനെ ശുശ്രൂഷിക്കണം, ഞാനിവിടെ നിൽക്കുകയാണ്, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടിയുടെ അടുത്താ പറഞ്ഞേ. അപ്പോൾ ആദ്യത്തെ കുട്ടി പറഞ്ഞു, അയ്യോ എന്തായി പറയണേ, നമ്മൾ ഇങ്ങനെ പോകാനായിട്ട് തീരുമാനിച്ചതല്ലേ, അപ്പോൾ യാത്ര മുടങ്ങില്ലേ, പശു ഇവിടെ കിടന്നോട്ടെ, നമുക്കത് നോക്കണ്ട, നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചു.
അപ്പോഴും ഈ രണ്ടാമത്തെ കുട്ടി പറഞ്ഞു, ഇല്ല ഞാൻ വരുന്നില്ല, ഞാൻ എന്താണെങ്കിലും ഈ പശുവിനെ സഹായിക്കാനായിട്ട് പോകുകയാണ് എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരെയും പറഞ്ഞയച്ചു. ഈ കുട്ടി എന്ത് ചെയ്തു, ഈ പശുവിൻ്റെ മുറിവുകളൊക്കെ കഴുകി വൃത്തിയാക്കി കൊടുക്കുക, തൻ്റെ മേൽമുണ്ടൊക്കെ ഉപയോഗിച്ചിട്ട് അത് നദിയിൽ നനച്ച് പിഴിഞ്ഞ് ദേഹമൊക്കെ തുടച്ച് അതിനെ കുറച്ച്. അപ്പോൾ ഈ പശുവിനാണെങ്കിലോ തീരെ വയ്യാണ്ടിരിക്കല്ലേ, അതിന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല, ശ്വാസം പോലും ശരിക്കെടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ മുറിവുകളൊക്കെ വൃത്തിയാക്കി ആ കുളമ്പൊക്കെ ഇങ്ങനെ തുടച്ച് അങ്ങനെ ആയപ്പോൾ പശുവിന് കുറച്ചൊരു ആശ്വാസം തോന്നിയ പോലെ ഈ കുട്ടിക്ക് തോന്നി. അപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്തു, ഇങ്ങനെ ഭഗവാന്റെ കഥകളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, അതൊക്കെ ഈ പശുവിൻ്റെ അടുത്ത് നിന്നിട്ട് പറയാനായിട്ട് തുടങ്ങി. കാരണം അവിടെ വേറെ ആരും കേൾക്കാനോ പറയാനോ ഇല്ല, ഈ പശുവും ഈ കുട്ടി മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും പോയിരിക്കണു. അങ്ങനെ കഥകളൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ ഈ പശു ഇങ്ങനെ ചെവിയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ചലിപ്പിക്കാൻ തുടങ്ങി, അത് കേൾക്കുന്ന ആ ഒരു ഭാവത്തിലേ. അപ്പോൾ ഈ പശു പ്രതികരിക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ തന്നെ കുട്ടിക്ക് ഏകദേശം ആശ്വാസമായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പോൾ കുട്ടിയുടെ മനസ്സിൽ ഇങ്ങനെ തോന്നുകയാണ്, ഇപ്പോൾ എൻ്റെ കൂട്ടുകാരൻ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും, അവിടെ സ്നാനം ചെയ്യായിരിക്കും ഉണ്ടാവുക. എന്തായാലും ഭഗവാനെ, ഈ പശു അസുഖമൊക്കെ മാറിയിട്ട് എഴുന്നേറ്റ് നടക്കാനായി കഴിഞ്ഞാൽ ഞാനും വന്നോളാം ഗംഗയിൽ സ്നാനം ചെയ്യാനായിട്ട്, എനിക്ക് അതിനുള്ള ഭാഗ്യം തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടിയുടെ മനസ്സിൽ ഉള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ തൻ്റെ കൂട്ടുകാരനെ ആ ഗംഗയിൽ സ്നാനം ചെയ്യാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു, അതിന് പുണ്യം അവനെ ലഭിച്ചോട്ടെ, എനിക്ക് ഈ പുണ്യം മതി, എനിക്ക് ഈ പശുവിനെ ശുശ്രൂഷിച്ച് ലഭിക്കുന്ന ഒരു പുണ്യം മതി. അങ്ങനെയാണ് ഈ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ പ്രാർത്ഥന ആ ഒരു അവസാനിക്കുന്നതോട് കൂടിയിട്ട് ഈ പശുവിൻ്റെ ഈ കുളമ്പുണ്ടല്ലോ, രക്തം വന്നിരുന്ന കുളമ്പിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ കുട്ടി ഇത് കണ്ടിട്ട് അതിശയിച്ച് നോക്കുക കേട്ടോ. അങ്ങനെ പശു പറയണേ, ഞാൻ നിൽക്കാനായിട്ട് ഇപ്പോൾ സ്നാനത്തിന് പോകണമെന്നൊന്നുമില്ല, ഇപ്പം തന്നെ ഗംഗയിൽ സ്നാനം ചെയ്തോളൂ എന്നാണ് പറയണത്, എൻ്റെ ഈ കുളമ്പിലൂടെ ഒഴുകുന്നത് ഗംഗാജലമാണ് എന്ന് പറഞ്ഞു. ഈ കുട്ടി ശരിക്കും അതിശയിച്ചു പോയി. അപ്പോൾ തന്നെ അവിടെ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു. മഹാദേവന്റെ ശിരസിൽ ആ ജടയിൽ നിന്ന് ഗംഗാനദി ഒഴുകുന്നു, ഈ പശുവിൻ്റെ കുളമ്പിൽ നിന്നും ഗംഗാജലമാണ് ഒഴുകുന്നത്. അപ്പോൾ തന്നെ നമസ്കരിച്ചു. അതാണ് ഉണ്ടായത്. അതായത് ആ പശുവിനെ ശുശ്രൂഷിച്ചത് കൊണ്ട്, ആ ഒരു ജീവിയെ, ഒരു മിണ്ടാപ്രാണിക്ക് വേണ്ട സഹായം ചെയ്തത് കൊണ്ട് ഈ കുട്ടിക്ക് ആ ഗംഗയിൽ സ്നാനം ചെയ്യുക എന്നുള്ള കാര്യം മാത്രമല്ല ലഭിച്ചത്, ഭഗവാന്റെ ദർശനം കൂടെ ലഭിച്ചു. അപ്പം അത്രയും പുണ്യമാണ് പരോപകാരം എന്ന് പറയണത്. ഇനി മറ്റുള്ളവരെ ദ്രോഹിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടതായിട്ട് വരും. അതിപ്പോൾ ആരാണെങ്കിൽ പോലും. അങ്ങനെ ഒരു കഥയും കൂടെ പറയാം കേട്ടോ. സീതാദേവി ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഉദ്യാനത്തിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ 2 തത്തകൾ വന്നു. ഈ തത്തകളെ പിടിക്കണം എന്ന് ആവശ്യം. അങ്ങനെ പിടിക്കാൻ നോക്കിയപ്പോഴേ ഒരു പെൺതത്തേനെ മാത്രമേ കിട്ടിയത്. ആൺതത്ത പറഞ്ഞിട്ട് ദൂരെ മരക്കൊമ്പിൽ പോയിരുന്നു കേട്ടോ. അപ്പോൾ ഈ തത്ത പറഞ്ഞു, ഞാൻ ഗർഭിണിയാണ്, എന്നെ വിട്ടയക്കണം, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ആനന്ദത്തോടെ പറന്ന് കളിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ സീതാദേവി ചെറിയ കുട്ടിയാണല്ലോ, അതിനറിയില്ല, തത്തേനെ കണ്ടിട്ടുള്ള ആ ഭംഗി കൊണ്ടാണ് പിടിച്ചതേ. അപ്പോൾ ഞാൻ നിന്നെ വിടില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ കൂട്ടിലടക്കിയാണ്. അപ്പോൾ അതിന് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷെ അത് കഴിക്കണമൊന്നുമില്ല. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ വെള്ളിക്കിണ്ണത്തിലൊക്കെയാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്, തേൻകുഴമ്പൊക്കെ. എന്നിട്ടും തത്ത കഴിക്കുന്നില്ല. കാരണം ബന്ധുര കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാലിൽ, അതാണല്ലോ അവസ്ഥ. അങ്ങനെ ഈ സങ്കടം വന്നിട്ട് ആ ഒറ്റപ്പെടൽ കൊണ്ട് ഈ തത്ത അവിടെ മരിച്ചു വീണു. അപ്പോൾ ഇത് കണ്ടിട്ട് അതിൻ്റെ ഭർത്താവ്, ഒരു തത്ത പുറത്തിരിക്കുന്നുണ്ടല്ലോ, അതും ആ മരക്കൊമ്പിൽ തല തല്ലിയിട്ട് ചാവുകയാണ്. അപ്പോൾ ആ മരിക്കുന്നതിന് മുൻപായിട്ട് സീതയോട് പറഞ്ഞു, നീയും എൻ്റെ പത്നിയെ അനുഭവിച്ചതുപോലുള്ള ഒരു ദുഃഖം അനുഭവിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഈ തത്ത മരിക്കണത് കേട്ടോ. അങ്ങനെയാണ് സീതയെ ശ്രീരാമൻ വിവാഹം കഴിച്ചതിന് ശേഷം ഇതേപോലെ ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് വനത്തിൽ ഉപേക്ഷിക്കുന്നത്. എന്നിട്ട് സീതാദേവി വാൽമീകി രാമായണത്തിൽ അത് പറയുന്നുണ്ട്, സീത പറയുന്നതായിട്ടാണ് ഈ ഒരു കഥ പറയണത്. അപ്പോൾ അങ്ങനെ ആ ഒരു കുറ്റബോധം തോന്നുകയാണ്, അന്ന് ഞാൻ ഗർഭിണിയാണെന്ന് തത്ത പറഞ്ഞപ്പോൾ ഞാൻ അതിന് വിട്ടയച്ചാൽ മതിയായിരുന്നു, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ദുഃഖം അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു എന്നാണ് പറയണത്. അപ്പോൾ സീതാദേവി ആയിരുന്നിട്ട് പോലും ആ ഒരു ശാപം എന്നല്ല, ആ കിളികൾക്ക് ശപിക്കാൻ അറിയില്ലല്ലോ, അവരുടെ മനസ്സിനെ വേദനിപ്പിച്ചു. അപ്പോൾ അത് അനുഭവിക്കേണ്ടതായിട്ട് വന്നു. അതാണ് പറയുന്നത്, നമ്മൾ ആരടുത്തും ഒരു രീതിയിലും ആരെയും വിഷമിപ്പിക്കരുത് എന്ന് പറയണത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആരെങ്കിലുമൊക്കെ നമ്മുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട് വന്നാൽ ഈ ചെവിയിലൂടെ കേട്ടിട്ട് ഈ ചെവിയിലൂടെ വിടുക. നമ്മൾ ആരെങ്കിലുമൊക്കെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയ പ്രായശ്ചിത്തം എന്ന് പറയുന്നത് പശ്ചാത്താപമാണ്. നമ്മൾ അറിയാതെ ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾക്ക് ഏറ്റവും വലിയ പ്രായശ്ചിത്തം എന്ന് പറയുന്നത് പശ്ചാത്താപമാണ്. ഭഗവാന്റെ അടുത്ത് പറയുക, ഭഗവാനെ, ഞാൻ അറിയാതെ എന്നൊരാളെന്നെ എനിക്ക് സങ്കടം കൊണ്ട് എനിക്കങ്ങനെ പറയേണ്ടി വന്നിട്ടുണ്ട്, അപ്പോൾ ആൾക്ക് വിഷമമായും തോന്നുന്നു, ഭഗവാൻ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തും എൻ്റെ അടുത്ത് വിഷമമൊന്നും ഉണ്ടാവരുത് എന്ന് ഭഗവാൻ ഒന്ന് ചെന്ന് പറയുക. അങ്ങനെ നമ്മൾ പറയാം ഭഗവാന്റെ അടുത്ത്, എല്ലാം ഭഗവാനോടാണ് പറയുക. പിന്നെ നമുക്ക് ആ ഒരാൾ നമുക്ക് തൊട്ടടുത്തുണ്ടെങ്കിൽ അവരുടെ അടുത്തൊരു സോറി പറയാം. അപ്പോൾ നമുക്കൊന്ന് ചെറുതായി തന്നെ താഴ്ത്തുന്നവനെ ഉയർത്തുന്ന പറയുന്നത്. അപ്പോൾ നമ്മളൊന്ന് താഴ്ന്നു കൊടുക്കുക, അപ്പോൾ അവരെ മനസ്സിൽ ആ സങ്കടമൊന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനെയൊക്കെ ശാപങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മോചനം ലഭിക്കുന്നതാണ് പറയുക. അപ്പോൾ എന്തൊക്കെ സങ്കടങ്ങൾ ഉണ്ടെങ്കിലും എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് ഭഗവാനിലെ സമർപ്പിക്കാം.
നമ്മൾ പല രീതിയിൽ മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം, മനസ്സുകൊണ്ട്, ശരീരം കൊണ്ട്, വാക്കുകൊണ്ട്. അപ്പം എന്തൊക്കെയാണെങ്കിലും അത് ഭഗവാന്റെ അടുത്ത് പറയാം, പശ്ചാത്തപിക്കാം. അതാണ് പറയണത്, കായേന വാച മനസ്സേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാവ പ്രകൃതേ സ്വഭാവത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. എല്ലാം നാരായണനിലെ സമർപ്പിക്കുക. പിന്നീട് ആ തെറ്റുകളൊന്നും ആവർത്തിക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ ബുദ്ധിമുട്ടിക്കാൻ മനഃപൂർവ്വം വരുന്നവരുണ്ടായിരിക്കും, അവർക്ക് അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കണം എന്നും കൂടെ ഭഗവാൻ പറയുന്നുണ്ട്. അതല്ലാതെ നമ്മൾ അറിയാതെ ചെയ്ത തെറ്റുകൾക്കെല്ലാം പ്രായശ്ചിത്തം എന്ന് പറയണത് എന്താണ്? പശ്ചാത്താപമാണ്. അത് ഭഗവാനിൽ സമർപ്പിക്കുക. ഭഗവാൻ എല്ലാം, എന്ത് ദുഃഖങ്ങളുണ്ടെങ്കിലും മാറ്റി തരും കേട്ടോ. എന്തും ഭഗവാനിൽ സമർപ്പിക്കുകയാണെങ്കിൽ ഈ ശാപങ്ങളൊന്നും ഏൽക്കേണ്ടതായിട്ട് വരില്ല. പിന്നീട് നമ്മൾ ആരെയും വിഷമിപ്പിക്കുകയും ഉണ്ടാകില്ല. അപ്പോൾ ആരെയും വിഷമിപ്പിക്കാതിരിക്കുക, ശാപങ്ങളൊന്നും വാങ്ങിക്കാതിരിക്കുക. ഇനിയിപ്പോൾ അറിയാതെ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഭഗവാനിൽ സമർപ്പിച്ച് ക്ഷമാപണം നടത്തുക. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.